വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിൻസിപ്പൽസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റൈലർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1.5 കപ്പ് മൈദ, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഉപ്പ്, 1/2 കപ്പ് ഓയിൽ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കേക്കിന് ആവശ്യമുള്ളത്. ഇനി ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാനിവിടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. പഞ്ചസാര, കോൺഫ്ലവർ ചേർക്കാൻ പോവുകയാണ്. ഇനി ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർക്കാം. ഇനി ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഓയിൽ നേരത്തെ ചേർക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വാനില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. പകുതി ഞാൻ മറ്റൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്കോ പൗഡർ വെള്ളമാക്കി മിക്സ് ചെയ്യാനുണ്ട്. അത് നോക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി തേച്ച് കൊടുക്കണം. കുറച്ച് മൈദപ്പൊടി നമുക്ക് ഇതിലേക്ക് കുടഞ്ഞെടുക്കാം. എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും തട്ടിക്കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് തട്ടിക്കൊടുക്കുക. നമ്മൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ വടിച്ചിട്ട് പിന്നെ നടുവിൽ വെച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് വെച്ചെടുക്കാം.
ഇത് തീർന്നത് വരെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ നല്ലൊന്ന് ഇതിൽ തട്ടി കൊടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്കും ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. മാവ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കേക്ക് റെഡിയാവാനുള്ള മാവ് വെച്ചിരുന്നു. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എയർ പുറത്തേക്ക് പോവാൻ വേണ്ടി ഞാനിത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് ലോ ഫ്ലെയിമിൽ 50 മിനിറ്റ് വെച്ചതിന് ശേഷം നോക്കിയതാണ്. ഇത് ഒരു ഈർക്കിളോണ്ടറ്റം കുത്തി നോക്കുക. ഇവിടെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട് എന്നർത്ഥം. അത് നോക്കൂ, അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുറിക്കുകയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ തിന്ന് നോക്കട്ടെ. സൂപ്പർ. നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.